ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യത്തെ ഏകദിനം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് നാണം കെട്ട് തോറ്റു. 248 റൺസിലാണ് അവർ ഓൾ ഔട്ട് ആയത്. ഇന്ത്യ ഈസി ആയിട്ട് ഇന്നത്തെ കളി ജയിച്ചു. ശുഭ്മാൻ ഗില്ലാണ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത്, അതുപോലെ ശ്രേയസും. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്ത് വില കൊടുത്തും ഇന്നത്തെ കളി ഞങ്ങൾക്ക് ജയിക്കണം. ചാമ്പ്യൻസ് ട്രോഫി തൊട്ടടുത്താണ്, അതുകൊണ്ട് ഈ ഏകദിന പരമ്പര വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാ മാച്ചും ജയിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ ഒരു ഏകദിന പരമ്പര തൂത്തുവാരണം. അത് ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടുതൽ ആത്മവിശ്വാസം പകരും. പക്ഷേ ഇന്നെനിക്ക് ഫോമാകാൻ സാധിച്ചില്ല, അതിലെനിക്ക് നിരാശയുണ്ട്. അതുപോലെ ജയ്സ്വാളിൻ്റെ അരങ്ങേറ്റമായിരുന്നു ഇന്ന്, അവനും ഫോമാകാൻ സാധിച്ചില്ല. ഏകദിനത്തിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് 2 പേരെയാണ് ഞങ്ങൾ പ്രധാനമായും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് സഞ്ജുവും ജയ്സ്വാളുമാണ്. ഒടുവിൽ ഞങ്ങൾ സഞ്ജുവിനെ അവസരം നിഷേധിച്ച് ജയ്സ്വാളിനെ ഏകദിന ടീമിലേക്ക് എടുത്തു. ജയ്സ്വാൾ വരുന്ന മാച്ചിൽ ഫോമാകുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അവൻ ഞങ്ങളെ നിരാശപ്പെടുത്തില്ല. ബാക്കി എല്ലാ ടീമിലെ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രേയസ് T20 പോലെയാണ് ഇന്ന് കളിച്ചത്. അതുപോലെ ശുഭ്മാൻ ഗില്ല് ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലാണ്. കോഹ്ലി ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പ്രശ്നങ്ങൾ കാരണമാണ് കോഹ്ലി കളിക്കാഞ്ഞത്. അടുത്ത മാച്ചിൽ കോഹ്ലി കളിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പരമ്പര നേടി. അതുപോലെ ഫസ്റ്റ് ഏകദിനവും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ശരിക്കും ഇന്ത്യക്കെതിരെ നാണം കെടുകയാണ്. ഏകദിനമായാലും T20 ആയാലും ഇന്ത്യക്കെല്ലാം ഒന്ന് തന്നെയാണ്. കാരണം കോച്ച് ഗംഭീറാണ് ഇന്ത്യയുടെ തന്ത്രങ്ങൾക്ക് പിന്നിൽ. വരാൻ പോകുന്ന 2 ഏകദിനത്തിലും ഇന്ത്യ ജയിച്ച് പരമ്പര തൂത്തുവാരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.